രാഹുൽ ഗാന്ധിക്ക് 2 മക്കളുണ്ട് എന്നൊരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ട്വീറ്റ് വായിക്കാം. രാമചന്ദ്രൻ സാർ ഒന്ന് കേൾക്കണം. ഇത് 2019 ഏപ്രിൽ 3-ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തതാണ്. അത് വായിക്കുകയാണ്. അവർ എക്സ് സർവീസ് മെൻ ആർ ഇന്ത്യാസ് പ്രൈഡ് ആൻഡ് മസ്റ്റ് ബി ഗിവൺ ദ റെസ്പെക്ട് ദേ ഡിസർവ്. നമ്മുടെ വിമുക്ത ഭടന്മാർ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, അവർക്ക് വേണ്ടത്ര അന്തസ്സ് നൽകണം. നെക്സ്റ്റ് സെൻറ്റൻസ് ആണ്, വി വിൽ അലോ ക്വാളിഫൈഡ് എക്സ് സർവീസ് മെൻ ലാറ്ററൽ എൻട്രി ഇൻ ടു ദ സിവിൽ സർവീസ്. അതുകൊണ്ട് ഞങ്ങൾ അന്ന് UPA സർക്കാരാണ്, ഞങ്ങൾ എന്തു ചെയ്യും, അവർക്ക് ലാറ്ററൽ സിവിൽ സർവീസിലേക്ക് ലാറ്ററൽ എൻട്രി നൽകും. രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റാണ്. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസ് വിൽ ബി ഓപ്പൺഡ് അപ്പ് ടു എക്സ് സർവീസ് മെൻ അണ്ടർ ദ ഏജ് ഓഫ് 40. അങ്ങനെയാണ് ട്വീറ്റ് കഴിയുന്നത്. ഇനി മറ്റൊരു ട്വീറ്റ്, ഇത് വന്നിരിക്കുന്നത് ഈ വർഷം ഓഗസ്റ്റ് 19, 2 ദിവസം മുമ്പാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധി പറയുന്നു, ലാറ്ററൽ എൻട്രി ഈസ് ആൻ അറ്റാക്ക് ഓൺ ദളിറ്റ്സ്, OBCs ആൻഡ് ആദിവാസീസ്. BJP's disordered version of Ram Rajya seeks to destroy the constitution and snatch reservation from Bahujans. അതായത് അപ്പുറത്ത് 2019 അദ്ദേഹത്തിന് നമ്മുടെ സർവീസിലേക്ക് ലാറ്ററൽ എൻട്രി കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അത് വിമുക്ത ഭടന്മാർക്ക് സിവിൽ സർവീസിലേക്ക്. ഇപ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നതേ ആദിവാസികൾക്കും OBCക്കും SC ദളിതുകൾക്കും ഉള്ള അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് സംശയം, രാഹുൽ ഗാന്ധിക്ക് മക്കൾ മാത്രമാണോ 2 ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് മുത്തച്ഛൻ്റെ കഥ ഞാൻ പറയാം. നെഹ്റുവിൻ്റെ കാലത്ത് ലാറ്ററൽ എൻട്രി ഉണ്ടായിരുന്നു, 2 തവണ നടന്നിട്ടുണ്ട്. 1949-ലും 1956-ലും. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1946 നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ICS 1943-ലായിരുന്നു. അപ്പോൾ 43-ന് ശേഷം 46 വരെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ല. പിന്നെ ICSലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിവിടെ ഇന്ത്യ സ്വതന്ത്രമായി നല്ല എക്സ്പെർട്ടീസുള്ള നൈപുണ്യവും മിടുക്കുമൊക്കെ ഉള്ള ഓഫീസർമാരെയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്തത്, IASലേക്ക് IPS ഇങ്ങനത്തെ സർവീസുകളിലേക്കൊക്കെ ലാറ്ററൽ എൻട്രി നടത്തി. 1946 മറ്റേ ഈ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തില്ല. സാർ അത് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം. കാരണം ഇതിപ്പോൾ അത് വിവാദമായി. ലാറ്ററൽ എൻട്രി നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആ തീരുമാനം നിർത്തിവെക്കാനായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ IAS എടുക്കുക, ഒരു അതിന് സാധാരണഗതിയിൽ അതിൻ്റേതായ ഒരു പ്രോസസ്സ് ഉണ്ട്. ടെസ്റ്റ് എഴുതണം, എഴുത്തു പരീക്ഷ, പ്രിലിംസ് കഴിയണം, ഫൈനൽ കഴിയണം, ഇൻ്റർവ്യൂ പാസ്സാവണം. അതെ, അപ്പോഴാണ് IASന് ട്രെയിനിങ്ങിന് പോകാൻ പറ്റുക. അതെ, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അതെ, മുസൂറിയിൽ. പിന്നെ അതിനൊരു പ്രായപരിധിയൊക്കെ ഉണ്ട്. ലാറ്ററൽ എൻട്രി ആകുമ്പോൾ ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. പ്രായപരിധി എന്ന് പറയുന്നതൊക്കെ ഈ 24 വയസ്സെന്നോ 30 വയസ്സെന്നൊക്കെ ഉള്ളത് 40 വയസ്സ് വരെയൊക്കെ പോകാം. ഇപ്പോഴും ഉണ്ട്, ചില വിഭാഗങ്ങൾക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ആയിരിക്കും. പക്ഷേ കുറേ കൂടി ഇളവുകളാണ് ഇതിൻ്റെ അകത്തൊക്കെ. എന്താണെന്ന് വെച്ചാൽ മെറിറ്റ് ഉള്ളവർ, എക്സ്പെർട്ടീസ് ഉള്ളവർ, അവർ ഡയറക്റ്റ് എൻട്രി എടുക്കുക. ഡെപ്യൂട്ടി ഇപ്പോൾ ഇതിൽ മോദി ചെയ്യാൻ പോയത് ജോയിൻറ്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്. ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നേരത്തെ 2018-ലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രൈവറ്റ് സെക്ടറിൽ നിന്നൊക്കെ നല്ല വിദഗ്ധന്മാരെയൊക്കെ ചില പോസ്റ്റിലെടുത്ത് വെക്കുകയുണ്ടായി. അപ്പോൾ സാധാരണയുള്ള പ്രോസസ്സ് മാറ്റിക്കൊണ്ട് എക്സ്പെർട്സിനെ എടുക്കുന്ന പരിപാടിയാണ് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പത്രം ഓഫീസുകളിൽ ലാറ്ററൽ എൻട്രി ഞങ്ങൾ സാധാരണ മനോരമയിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്നറിയോ, കേരള കൗമുദിയിൽ ഒരാളെ എടുക്കുകയാണെങ്കിൽ ലാറ്ററൽ എൻട്രി ആണ് എന്ന് പറയും. സാധാരണ മനോരമയിൽ എഴുത്തു പരീക്ഷ ഒരുപാട് പേര് എഴുതി അങ്ങനെയൊക്കെയാണ്. ഇതല്ല, ഒരു പത്രത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ എടുക്കുന്നു. അതെ, അപ്പോൾ അത് വേറെ പത്രങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ ലാറ്ററൽ എൻട്രി എന്നാണ് പറയുന്നത്. കാരണം അയാൾക്ക് ഓൾറെഡി എക്സ്പെർട്ടീസ് ഉണ്ടല്ലോ. അയാൾ ആ എഴുത്തു പരീക്ഷ ആ റൂട്ടിൽ കൂടി വരേണ്ടതില്ല എന്നുള്ളതാണ്. എക്സ്പെർട്ടുകളെ
കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പേർട്സിനെ ആവശ്യമുണ്ട്. IASകാരെ വേണ്ടത്രയൊന്നും കിട്ടിയിട്ടില്ല ആ പ്രോസസ്സിൽ കൂടി. അപ്പോൾ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഇങ്ങനെ പല സംഗതികളൊക്കെ വന്ന് വികസന കുതിപ്പിലൊക്കെ നിൽക്കുമ്പോൾ കുറേ ആളുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലാറ്ററൽ എൻട്രി, അതായത് മിടുക്കന്മാരെ നേരിട്ടെടുക്കുക, അതിനാണ് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2018 നേരത്തെ പറഞ്ഞിരുന്നപ്പോൾ എടുത്തു. ഇപ്പോൾ August 17 ഇങ്ങനൊരു പരസ്യം വന്നിരുന്നു UPSCയുടെ. UPSC തന്നെയാണ് ചെയ്യുന്നത് ഈ ലാറ്ററൽ എൻട്രിക്കും, ഓഫീസിൽ നിന്നൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇത് 5ാമത്തെ റൗണ്ടാണ് സത്യത്തിൽ മോദി വന്ന ശേഷമുള്ള ലാറ്ററൽ എൻട്രിയുടെ ഇപ്പോൾ വന്ന പരസ്യം. പക്ഷേ അത് 45 സ്ഥാനങ്ങളിലേക്കായിരുന്നു. അത് ഈ സംവരണത്തിൻ്റെ പ്രശ്നവും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ പരസ്യം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടെന്ന് വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ സംവരണം കൂടി ചേർത്തിട്ട് അത് സംവരണം കൂടെ ആഡ് ചെയ്യും. ഇത്ര പോസ്റ്റുകൾ SC ST OBCക്ക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതെ, കാരണം ആ പോസ്റ്റുകൾ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അതുപോലെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്, ഷോർട്ട് ഫാൾ വലുതായിട്ടുണ്ട്. അപ്പോൾ ICSനും ICS അല്ലാതെ അന്ന് IPS എന്നല്ല പറഞ്ഞിരുന്നത്, IP എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ത്യൻ പോലീസ് അല്ലേ? ഇന്ത്യൻ പോലീസ് ഇന്ത്യൻ സിവിൽ സർവീസ്. സിവിൽ സർവീസ് അതാണ് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ IAS ആയി മാറുന്നത്. അപ്പോൾ അത് രണ്ടും പിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രിട്ടീഷുകാർ റിക്രൂട്ടൊന്നും ചെയ്തില്ല. വേണ്ടത്ര ഓഫീസർമാരെ ഇല്ല എന്ന് കണ്ടപ്പോൾ 1948 ആണ് ആദ്യത്തെ ഈ നമ്മുടെ IAS നിലവിൽ വരുന്നത്. 1948 അപ്പോൾ അതിനും മുമ്പ് 1948-49 ഈ IAS, അതിനുശേഷം 1956 ഈ 2 ഘട്ടങ്ങളിൽ നെഹ്റുവിൻ്റെ കാലത്ത് ഈ ലാറ്ററൽ എൻട്രി IASലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായി. അപ്പോൾ 1950 വരെ 7000 പേര് ഇങ്ങനെ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. 200 പേരെയൊക്കെയാണ് സെലക്ട് ചെയ്ത് കിട്ടിയിരുന്നത്. നമുക്കതൊന്നും പോരായിരുന്നു സർവീസിൽ. അതുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 1948-49 ചെയ്തു. അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആളുകളെ എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ലാറ്ററൽ എൻട്രി എന്നല്ലായിരുന്നു വാക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. അന്ന് പട്ടേലാണ് ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ആദ്യം ഇത് ചെയ്യുമ്പോൾ, രണ്ടാമത് ചെയ്യുമ്പോൾ അദ്ദേഹം മരിച്ചു പോയിരുന്നു. 1956 ചെയ്യുമ്പോൾ അദ്ദേഹം പോയിരുന്നു. അപ്പോൾ UPSC പരീക്ഷകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം റെക്കോർഡുകൾ വെരിഫൈ ചെയ്യുക. റെക്കോർഡ്സിൻ്റെ വെരിഫിക്കേഷനും അഭിമുഖവും UPSCയുടെ അത് മാത്രമേ ആദ്യത്തെ തവണ ഉണ്ടായിരുന്നുള്ളൂ. എഴുത്തു പരീക്ഷ എന്നുള്ളത് ആദ്യത്തെ തവണ പട്ടേൽ ഉപപ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സാറൊന്ന് മിസ്പെൽ ചെയ്തു മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ഉപപ്രധാനമന്ത്രി. അത് എപ്പോഴും ഈ ഉപപ്രധാനമന്ത്രി എന്നുള്ളത് ഓർക്കില്ല പട്ടേലിന്റെ. കാരണം ദേവിലാലിൻ്റെയൊക്കെ കാലത്തെ ഉപപ്രധാനമന്ത്രി എന്ന് ഓർക്കുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഉപപ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പട്ടേല്. പക്ഷെ അത് ആർക്കും അറിയില്ല. പട്ടേൽ ആഭ്യന്തരമന്ത്രി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉപപ്രധാനമന്ത്രിയായിരുന്നു. കാരണം പ്രധാനമന്ത്രി ആകേണ്ട ആളായിരുന്നല്ലോ, നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ എമർജൻസി റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞൊരെണ്ണം രൂപവൽക്കരിച്ചു. ആ എമർജൻസി റിക്രൂട്ട്മെൻറ്റാണ് ഈ പ്രോസസ്സുകളും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നത്. 1949 ഇൻ്റർവ്യൂ ആദ്യത്തത്. 1956 അതിന് എഴുത്തു പരീക്ഷ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. മറ്റ് കാര്യങ്ങൾക്കുള്ളതുപോലെ തന്നെ എഴുത്തു പരീക്ഷ കഴിഞ്ഞിട്ടാണ് IAS IPS സ്റ്റേറ്റ് സർവീസസ് ഇതിലേക്ക് ആളുകളെ എടുത്തത്. 2ാം റൗണ്ടിൽ GB പന്ത് ആയിരുന്നു ആഭ്യന്തരമന്ത്രി. ആദ്യം പട്ടേൽ, പിന്നെ GB പന്ത്, ഗോവിന്ദ് വല്ലഭ പന്ത്. അങ്ങേര് 1956 മെയ് 30 പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ IAS മുഴുവൻ ഡെപ്ലീറ്റഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുത്ത് അവസാനിച്ച് സാച്ചുറേഷനൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഡെപ്യൂട്ടി സെക്രട്ടറി വരെ ആക്കാൻ പറ്റിയവരെ പുതിയ റിക്രൂട്ട്മെൻറ്റ് വഴി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നങ്ങേര് പറഞ്ഞു. അന്ന് ഏജ് ലിമിറ്റ് IASനെ 24 വയസ്സ് വെച്ചിരുന്നത് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ 25 മുതൽ 40 വരെ, 40 വയസ്സ് വരെയുള്ളവർക്ക് ആകാമായിരുന്നു. SC STക്ക് 45 എന്ന് ഉയർത്തിയിരുന്നു, 5 വയസ്സ് കൂടുതൽ. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോഴും SC STക്ക് 45
എന്ന് ആണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ പറയുന്നത്. 1948-49 എടുത്തത് 82 പേരെയാണ് IAS എടുത്തത്, ഡയറക്റ്റ് എടുത്തത്. സെക്കൻഡ് റൗണ്ടിൽ ആഭ്യന്തര സഹമന്ത്രി ആയിരുന്ന BN ദത്താർ പറഞ്ഞിട്ടുണ്ട് IAS നമുക്ക് കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട് ഇനിയും എന്ന് 1956 മാർച്ച് 23 ലോക്സഭയിൽ പറഞ്ഞതായിട്ട് റെക്കോർഡ്സ് ഉണ്ട്. 1956 പക്ഷേ ഈ വാർഷിക വരുമാനം അതിലൊരു പരിധി നിശ്ചയിച്ച് ഇരുന്നു, 300 രൂപ വാർഷിക പരിധി എന്ന് പറഞ്ഞിട്ട്. ആ പരിധി അനുസരിച്ചിട്ടാണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വരുമാനത്തിൻ്റെ ഒരു സംഗതി കൊണ്ടുവന്നു, ആവശ്യമുണ്ടായിട്ടോ ആവശ്യമില്ലാതെയോ. പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ വലിയ പ്രതിഷേധമായി. എന്തിനാണ് വരുമാന പരിധി ഇങ്ങനെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിനെന്ന് ചോദിച്ചിട്ട്. ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കിയ ഒരാളാണ് AKG ലോക്സഭയിൽ. AK ഗോപാലൻ പറഞ്ഞു, ഇപ്പോൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ICS എന്ന് പറയുന്നത് സമ്പന്നന്മാർക്കും പിന്നെ സമ്പന്നന്മാരുടെ മക്കൾക്കുമൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ഇനിയും ഇവിടെ നമ്മൾ IAS ഇങ്ങനെയാണോ, ഈ വരുമാന പരിധിയൊക്കെ വെച്ചിട്ട് പണക്കാർക്ക് മാത്രമാണോ ഇത് കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങേര് 1956 മെയ് 30 ലോക്സഭയിൽ AK ഗോപാലൻ വലിയ ബഹളം ഉണ്ടാക്കി. പാവപ്പെട്ടവർക്കും കൂടി ഇത് കടന്നു വരാൻ പറ്റേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് വലിയ നീണ്ട പ്രസംഗമാണത്. 1956 22,161 പേര് പരീക്ഷ എഴുതി, അഭിമുഖത്തിനൊക്കെ എത്തി. 1138 പേര് SCയിൽ നിന്ന് എഴുതി, 1185 പേര് STയിൽ നിന്ന് എഴുതി. 22 പരീക്ഷാ കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് പരീക്ഷ എഴുതാനായിട്ട് വച്ചിരുന്നു. 1956 ഡിസംബർ 28 പരീക്ഷ. സംസ്ഥാന സിവിൽ സർവീസിൽ നിന്ന് ഈ കയറ്റം നൽകുന്നവർക്ക് സംവരണം നോക്കിയിരുന്നില്ല അക്കാലത്തും. സംസ്ഥാന സർവീസിൽ നിന്ന് ജോയിൻറ്റ് സെക്രട്ടറിക്ക് ആക്കുന്നവരെ ആ കയറ്റത്തിൻ്റെ കാര്യത്തിൽ, പ്രൊമോഷൻ്റെ കാര്യത്തിൽ സംവരണം നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത്, ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ അകത്ത് SC 12.5, SC 5% ഇങ്ങനെ ഈ സംവരണം നോക്കിയിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം ഈ സംവരണം നോക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സംവരണം കൂടി ചേർത്തിട്ട് അത് ഇനി വരാനേ സാധ്യതയുള്ളൂ. ഈ 1958 ഏപ്രിൽ 24 പന്ത് ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട് STകൾ 26 പേരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നടത്തിയപ്പോൾ. അപ്പോൾ അവർ UPSOയോട് പറഞ്ഞു നിലവാരം കുറച്ചുകൂടി കുറയ്ക്കേ, എന്നിട്ട് ബാക്കിയുള്ളതിൽ നിന്നുകൂടി ആളുകൾ കിട്ടുമെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് 133 പേരെ കൂടി ചേർത്തു SC ST അഭിമുഖത്തിന് മുമ്പ്. എന്നിട്ടാണ് അഭിമുഖം ചെയ്തത്. എന്നിട്ടും SCയിൽ നിന്ന് 7 പേര്, STയിൽ നിന്നും 3 പേര് ഇതാണ് കിട്ടിയതെന്ന്. SC STയിൽ നിന്ന് 1942 82 പേരെ എടുത്തു. അതിൽ 12 SC 1 ST ഇതാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ലാറ്ററൽ എൻട്രി എന്തോ ഒരു സംഭവം ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. വന്നു, രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞു, വിവാദമായി. സർക്കാർ ഇത് ഹോൾഡ് ചെയ്തു, റദ്ദാക്കിയെന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ബഹളം കൊണ്ട് റദ്ദാക്കിയതൊന്നുമല്ല. അതിനകത്തൊരു അനോമലി ഉണ്ടെന്ന് കണ്ടു. ആ അനോമലി പരിഹരിക്കും, അത് വീണ്ടും വരും. സർക്കാർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രധാനമന്ത്രി നോക്കിയാൽ സാമൂഹ്യ സമത്വത്തിൻ്റെ പ്രശ്നം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഉൾപ്പെടുത്താൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഇത് അനിവാര്യമാണെന്നൊരു ഘട്ടത്തിൽ പറയുന്നു. ഇപ്പോൾ അത് ദളിതുകളുടെ ആദിവാസികളുടെയും അവകാശം ലംഘിക്കലാണെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിട്ടാൽ ബർമുഡ, നീ ഇട്ടാ വള്ളിക്കളസം. ഇത് മോദിയുടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ 5ാമത്തെ റൗണ്ടാണ്. 2018 ലാറ്ററൽ എൻട്രി ഉണ്ടായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? 2019 കാര്യമാണ് ഈ പറഞ്ഞത്, സൈനികർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. 2018 ലാറ്ററൽ എൻട്രി മോദി നടത്തിയെന്നേ. അതേന്നേ, അപ്പോഴേക്ക് പ്രായപൂർത്തിയായില്ലായിരുന്നേ, അറിഞ്ഞില്ലായിരുന്നു. കാരണം ഇപ്പോഴല്ലേ രാമേന്ദ്ര സാറേ സോറോസ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത്. സോറോസിന്റെ ഓഫീസ് ലൈവായത് ഇപ്പോഴാണ്. ഓരോ ദിവസവും ഇന്നെന്ത് പറയണം, കുട്ടിക്ക് ഇന്നത്തെ ആഹാരം, ആ കുട്ടി കൊടുക്കുന്നു, കുട്ടി അത് കഴിക്കുന്നു, ബഹളം വെക്കുന്നു. ഈ സൂപ്പർ സ്റ്റാർ കളിക്കുകയാണ് രാഹുൽ ഗാന്ധി. കാരണം സൂപ്പർ സ്റ്റാറിന് ഡയലോഗ് പറയാൻ തിരക്കഥ വേണമല്ലോ. അതെ. ആ തിരക്കഥയാണ് ഈ സോറോസ്. പക്ഷേ മുമ്പ് പറഞ്ഞത് ഇതുപോലെ പൊങ്ങി വരുമെന്ന് ഓർത്തില്ല. അത് ഓർത്തില്ല. പിന്നെ മുത്തച്ഛൻ്റെ കാലമ്പും പൊങ്ങി വരുന്ന ഓർത്തില്ല. അതെ. ഏതായാലും 2 കുട്ടികളുടെ അച്ഛനാണെന്ന്
പറയപ്പെടുന്ന ആരോപണമുള്ള ആരോപണമുള്ള ആൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ ഓരോ വർഷവും ഓരോന്ന് പറയുന്നു. അത് രണ്ട് ബുദ്ധിയുള്ളത് കൊണ്ടാണോ എന്ന് ആലോചിക്കട്ടെ അതെ പ്രേക്ഷകർ. അതെ